ഹലോ എവരി വൺ, എല്ലാവർക്കും ആഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഗണിതം അഥവാ നിങ്ങളുടെ മാത്സ് എന്ന സബ്ജക്റ്റാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അതിൽ നമ്മൾ ലെറ്റ്സ് മെഷർ അല്ലേ, അളന്ന് നോക്കാം എന്ന പാഠഭാഗമായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളടുത്ത് കളിത്രാസ് ഉണ്ടാക്കാനായിട്ട് അല്ലേ. കുറേ കൂട്ടുകാർ മിസ്സിന് അത് ചെയ്തിട്ട് മിസ്സിന് പേഴ്സണലി വീഡിയോസും ഫോട്ടോസും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം ചെയ്ത കൂട്ടുകാർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇനി ചെയ്യാനുള്ള കൂട്ടുകാർ എന്ത് ചെയ്യാം, ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ബാഗിലുള്ള സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുക, അതിൻ്റെയൊക്കെ വെയിറ്റൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഏതിനാണ് വെയിറ്റ് കൂടുതലുള്ളത് വെയിറ്റ് കുറവുള്ളത് എന്നുള്ളത് മക്കൾ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 ദിവസം ലീവൊക്കെയാണ് വരുന്നത് അല്ലേ, ആ സമയത്ത് മക്കൾക്ക് ഇത്തരത്തിൽ ത്രാസൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കളിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗത്തോട്ട് പോയാലോ. നോക്കിക്കുക മക്കളെ, ഇനി നമുക്ക് വെള്ളം അളക്കാം എന്നുള്ള ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യാനായിട്ടുള്ളത് അല്ലേ. വെള്ളം അളക്കാം എന്നുള്ളതാണ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് വരുമ്പോൾ ലെറ്റ്സ് മെഷർ വാട്ടർ എന്നുള്ളൊരു ഭാഗമാണ്. നോക്കിക്കുക മക്കളെ, ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ആർ നീഡഡ് ടു ഫിൽ ഈച്ച് ഓഫ് ദീസ് വെസൽസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് താഴെ മക്കൾക്ക് ആ ഒരു ടേബിളിൽ കുറച്ച് പാത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ചുവടെ കൊടുത്തിരിക്കുന്ന പാത്രങ്ങളിൽ എത്ര ഗ്ലാസ് വെള്ളം ഒഴിച്ചാലാണ് അത് നിറയുക എന്നുള്ളത് മക്കളെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ പാത്രം അല്ലേ, വെസൽസ് എന്ന് കാണാം. സെക്കൻഡ് കോളത്തിൽ നിങ്ങൾ ഗസ് ചെയ്തതാണ് എഴുതേണ്ടത്. തേർഡ് കോളത്തിൽ എന്താണ്, മക്കളുടെ ശരിയായ അളവാണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മക്കൾക്ക് ചെയ്ത് നോക്കാനായിട്ടുള്ള പ്രവർത്തനമാണ്. ഇത് മക്കൾ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കിയിട്ട് മിസ്സിന് ശരിയായിട്ടുള്ള അളവ് എന്നുള്ള കോളത്തിൽ മക്കൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അളവ് എഴുതിയിട്ട് മിസ്സിന് അത് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം. ഇപ്പം മിസ്സ് നമുക്ക് ഊഹിച്ചല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ഗസ് ഇപ്പോൾ എഴുതാമല്ലോ മക്കളെ. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്, നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൽ എത്ര കൊള്ളും എന്നതാണ് അല്ലേ. വാട്ടർ ബോട്ടിലാണ് ചോദിച്ചത്. ഫസ്റ്റ് കോളത്തിൽ നമുക്ക് ഗസ് എഴുതണം അല്ലേ. വാട്ടർ ബോട്ടിൽ നമുക്ക് ഏകദേശം ഒരു 3 ഗ്ലാസസ് ഓഫ് വാട്ടർ ആണ് കൊള്ളുക അല്ലേ. 3 ആണ് കൊള്ളുക. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ എടുക്കുക, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഗ്ലാസ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് എത്ര ഗ്ലാസ് വെള്ളമാണ് അതിൽ കൊള്ളുക എന്നുള്ളത് മക്കൾ മെഷർ ചെയ്തിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് ഇവിടെ എഴുതണം, ശരിയായ അളവ്. പിന്നെ ഒരു കാര്യം പറയാം, കൂട്ടുകാരെടുക്കുന്ന ആ ഒരു ഗ്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്തും അതുപോലെ തന്നെ നിങ്ങളുടെ വാട്ടർ ബോട്ടിൻ്റെ ആ ഒരു സൈസ് ഡിപ്പെൻഡ് ചെയ്തൊക്കെ ആയിരിക്കും അതിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് കേട്ടോ. അപ്പോൾ അത് ചില കൂട്ടുകാർ കുറച്ച് ചിലപ്പം 3 ഗ്ലാസ്സിനേക്കാൾ കുറച്ചുകൂടി കൊള്ളുന്നതിൽ കൂടുതൽ കൊള്ളുന്നതുണ്ടായിരിക്കും. അല്ലെങ്കിൽ 3 ഗ്ലാസ്സിനേക്കാൾ കുറച്ച് ഒഴിച്ചാൽ 2 ഗ്ലാസ് ഒക്കെ ഒഴിച്ചാൽ ചിലപ്പം നിറയുന്ന ബോട്ടിലുകളും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ബോട്ടിലിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചായിരിക്കും അതിൽ ഉൾക്കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, ദെൻ ജഗ്ഗാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. ജഗ്ഗിൽ ഏകദേശം നമുക്കൊരു 5 ഗ്ലാസ് വെള്ളം അല്ലേ, അത്യാവശ്യം ഒരു വലുപ്പമുള്ള ഒരു ജഗ്ഗാണെങ്കിൽ നമുക്ക് ഏകദേശം 5 ഗ്ലാസ് വെള്ളം അതിൽ നമുക്ക് കൊള്ളിക്കാനായിട്ട് കഴിയും. അപ്പോൾ കൂട്ടുകാരുടെ വീട്ടിലുള്ള ജഗ്ഗിൽ എത്ര വെള്ളം കൊള്ളും എന്നുള്ളത് മെഷർ ചെയ്തിട്ട് മക്കൾ അവിടെ എഴുതണം. ഓക്കെ, ഇതേ നമുക്കൊരു പോട്ടാണ് അല്ലേ, കലത്തിൽ എത്ര കൊള്ളും എന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ കലത്തിൽ മിസ്സിൻ്റെ ഒരു ഗസ്സിൽ മിസ് അവിടെ എഴുതിയിട്ടുള്ളത് ഒരു 15 ആണ് കേട്ടോ. 15 എഴുതിയിട്ടുള്ളത്. അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ളൊരു പോട്ടൊക്കെയാണ്. ഒരു 15 ഗ്ലാസ് വെള്ളമൊക്കെ അതിൽ നമുക്ക് കൊള്ളും. മക്കൾ നിങ്ങളുടെ വീട്ടിലുള്ള പോട്ടിൽ കലത്തിൽ എത്ര കൊള്ളും എന്നുള്ളത് മെഷർ ചെയ്തിട്ട് ഇവിടെ എഴുതുക. അത് മക്കൾക്കുള്ള വർക്കാണ് കേട്ടോ. അപ്പം മിസ്സ് ഗസ് ചെയ്തിട്ടുള്ളത് അവിടെ മിസ്സ് തന്നിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുക, കറക്റ്റ് മെഷർമെൻറ്റ് എഴുതുക. അപ്പം മിസ്സിൻ്റെ ഗസ്സിനോട് എന്തെങ്കിലും സാമ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമ്മുടെ അടുത്ത് അവിടെ ചോദിച്ചിട്ടുണ്ട്, വിച്ച് വെസൽ ക്യാൻ ഹോൾഡ് ദി മോസ്റ്റ് വാട്ടർ. ഏത് വെസലിനാണ്, ഏത് പാത്രത്തിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുക എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതിലാണ് മക്കളെ, യെസ്, കലത്തിലാണല്ലേ. പോട്ടെന്നാണ് മക്കൾ അവിടെ എഴുതേണ്ടത്. കലം അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരാണെങ്കിൽ പോട്ടെന്ന് എഴുതുക. ഓക്കെ മക്കൾ, അത് നമുക്ക് മെഷർ ചെയ്യാതെ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ. കലാണ് വാട്ടർ ബോട്ടിലിനേക്കാളും ജഗ്ഗിനേക്കാളും ഒക്കെ സൈസ് കൂടുതൽ ഏതിനായിരിക്കും, ഓഫ് കോഴ്സ് പോട്ടിനായിരിക്കും അല്ലേ. അതുകൊണ്ട് നമുക്കത് എഴുതാം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അതിൻ്റെ ചുവടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം ഒരു ബോയും ഗേളും എവിടെയാണ് നിൽക്കുന്നത് മക്കളെ, അവരുടെ വീടിന് മുന്നിലുള്ള ഗാർഡനിലാണ് നിൽക്കുന്നത് അല്ലേ. ഓക്കെ, എന്നിട്ട് അവരെന്ത് പറയുന്നത്, 1 cup water for 1 plant, 12 cups for 12 plants. Can this bucket hold that much water?
എന്താണ് മക്കളെ അവർ സംസാരിക്കുന്നത്? അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഗാർഡനിൽ ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അവർ പറയുന്നുണ്ട് എന്താണ്? ഒരു ചെടിക്ക് 1 കപ്പ് വെള്ളം, അപ്പോൾ 12 ചെടികൾക്ക് 12 കപ്പ് വെള്ളം വേണം. ഈ ബക്കറ്റിൽ കൊള്ളുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ അവരുടെ കയ്യിലുള്ള ബക്കറ്റ് നോക്കിക്കേ മക്കളെ, വളരെ ചെറിയൊരു ബക്കറ്റാണ് അല്ലേ? അതിനകത്ത് 12 കപ്പ് വെള്ളമൊക്കെ കൊള്ളുമോ മക്കളെ? പ്രയാസമാണ് കൊള്ളാനായിട്ട് അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിലുള്ള ബക്കറ്റിനെ കുറിച്ചിട്ട് മക്കൾ എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നോക്കിക്കേ, ഹൗ മെനി കപ്സ് ഓഫ് വാട്ടർ ഡസ് ദി ബക്കറ്റ് ഇൻ യുവർ ഹൗസ് ക്യാൻ ഹോൾഡ്? ക്യാൻ യു ഗസ് എന്നാണ് ചോദിച്ചത്. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള ബക്കറ്റിൽ മക്കൾ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബക്കറ്റിൽ എത്ര കപ്പ് വെള്ളം കൊള്ളും? ഊഹിച്ച് പറയൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര കപ്പ് വെള്ളമാണ് മക്കളെ കൊള്ളുക? അത് മക്കൾ ഊഹിച്ച് പറയുക. അതിനുശേഷം ശരിയാണോ എന്ന് പരിശോധിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബക്കറ്റ് നിറയാൻ എത്ര കപ്പ് വെള്ളം വേണ്ടി വന്നു എന്നുള്ളത് മക്കൾ ഇവിടെ എഴുതണം. അപ്പോൾ അതും മിസ് പറഞ്ഞല്ലോ, നിങ്ങളുടെ വീട്ടിലുള്ള ബക്കറ്റിൻ്റെ വലുപ്പം അനുസരിച്ചായിരിക്കും അതിൻ്റെ ആൻസർ ഉണ്ടായിരിക്കുക. വലിയ ബക്കറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരുപാട് കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കേണ്ടി വരും അല്ലേ? ഇവിടെ കുട്ടികളുടെ കയ്യിലുള്ള പോലത്തെ ബക്കറ്റാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 2 അല്ലെങ്കിൽ ഒരു 3 or 4 കപ്പ് വെള്ളം ഒഴിക്കുമ്പോഴേക്കും ആ ബക്കറ്റ് എന്തായിട്ടുണ്ടാവും? ഫില്ലായിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അത് മക്കൾ നോക്കുക, എന്നിട്ട് അത് നിങ്ങൾ ചെയ്യുക കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമാണേ. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും പ്രവർത്തനങ്ങളെ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വർക്ക് ബുക്കാണ് ഡിസ്കസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് വർക്ക് ബുക്കിലോട്ട് പോവാം. വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ അല്ലേ? അതോടൊപ്പം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് അല്ലേ? നമുക്ക് അധികം ഒന്നും ചെയ്യാനായിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളൂ അല്ലേ? ഓക്കെ മക്കളെ, അപ്പം മക്കളുടെ വർക്ക് ബുക്കിലോട്ട് പോവാം. എല്ലാവരും നിങ്ങളുടെ മാത്സിൽ വർക്ക് ബുക്ക് നോക്കിക്കേ. വർക്ക് ബുക്കിൽ നമ്മുടെ 8ാമത്തെ യൂണിറ്റിൽ എന്താണ്? ലെറ്റ്സ് മെഷർ എന്നുള്ള യൂണിറ്റ് അല്ലേ? ഓക്കെ മക്കളെ, നോക്കിക്കേ. കളർ ദീസ് യൂസിങ് ഡിഫറെൻറ്റ് കളേഴ്സ്, സെയിം കളർ ഫോർ ദോസ് ഓഫ് ദി സെയിം ലെങ്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ് മക്കളെ? കളർ ദീസ് യൂസിങ് ഡിഫറെൻറ്റ് കളേഴ്സ്. അതായത് താഴെ തന്നിട്ടുള്ളത് മക്കൾ എന്ത് ചെയ്യണം? കളർ ചെയ്യണം അല്ലേ? താഴെ തന്നിട്ടുള്ളവയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. സെയിം കളർ ഫോർ ദോസ് ഓഫ് ദി സെയിം ലെങ്ത്. അതായത് ഒരേ ലെങ്ത് ഉള്ളതിന് എന്ത് ചെയ്യണം മക്കളെ? ഒരേ കളർ വേണം കൊടുക്കാനായിട്ട്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? അപ്പോൾ നമുക്കിവിടെ 1ാമത്തേത് 2, 3, 4, അതുപോലെ 5, 6, 7 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ? വളരെ ഈസിയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? 1 എന്നുള്ളതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, റെഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ റെഡ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ലെങ്ത്ത് കാണണമെങ്കിൽ നമ്മൾ എന്താണ് മക്കളെ ചെയ്യേണ്ടത്? അവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ? കുറച്ച് കളങ്ങളായിട്ടാണ് അത് തന്നിട്ടുള്ളതില്ലേ? അപ്പം നമുക്ക് നോക്കിയാൽ മതി എത്ര കോളങ്ങളാണുള്ളത്, അതായിരിക്കും അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ നോക്കിക്കേ മക്കളെ, 1, 2, 3, 4, 5, 6 അല്ലേ? ഈ 1 എന്നതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 6 ആണ് അല്ലേ? 2 എന്നതിൻ്റെ ലെങ്ത്ത് നോക്കിക്കേ മക്കളെ, 1, 2, 3, 4 ആണ് അല്ലേ? ഇനി ഈ 3 എന്ന് പറഞ്ഞതിൻ്റെ ലെങ്ത്ത് നോക്കൂ മക്കളെ, 1, 2, 3 ആണ് വരുന്നത്. 4 എന്നുള്ളതിൻ്റെ ലെങ്ത്ത് നോക്കിക്കേ മക്കളെ, 1, 2, 3, 4, 5, 6, 7, 8 ആണ് വരുന്നത് അല്ലേ? ഇനി 5 എന്നതിൻ്റെ ലെങ്ത്ത് നോക്കിക്കേ മക്കളെ, 1, 2 അല്ലേ? 2 എണ്ണം മാത്രമേ ഉള്ളൂ. ഇനി 6ൻ്റെ ലെങ്ത്ത് നോക്കിക്കേ മക്കളെ, 1, 2, 3, 4 എണ്ണമാണുള്ളത്. ഇനി 7ാമത്തതിൻ്റെ ലെങ്ത്ത് നോക്കിക്കേ മക്കളെ, 1, 2, 3, 4, 5 എണ്ണമാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലെങ്ത്ത് വരുന്നത് അല്ലേ? 1ാമത്തതിന് 6 ആണ്, 2ാമത്തതിന് 4, 3ാമത്തതിന് 3, 4ാമത്തതിന് 8, 5ാമത്തതിന് 2, 6ാമത്തതിന് 4, 7ാമത്തതിന് 5. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരേ ലെങ്ത്ത് എന്നുള്ളതിന് സെയിം കളർ കൊടുക്കണം. ആദ്യം നിങ്ങൾക്ക് 1ന് എത്രയാണ് ലെങ്ത്ത് ഉള്ളത്? 6 ആണല്ലേ? 6ന് മക്കൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കുക. മുഴുവനായിട്ട് എന്ത് ചെയ്യുക? ഒരു ഇഷ്ടമുള്ള കളർ കൊടുക്കുക കേട്ടോ. ഓക്കെ, അവിടെ മുഴുവനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇഷ്ടമുള്ള കളർ കൊടുത്തു. ഇനി അതുപോലെ നമ്മളടുത്ത് എന്താണ് പറഞ്ഞത്? അതേ സെയിം ലെങ്ത്ത് ഉള്ളതിന് ആ സെയിം കളർ കൊടുക്കണം. 6 എന്ന ലെങ്ത്ത് ഉള്ള വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? 4ഉം 5ഉം ഒക്കെ ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിന് റെഡ് മാത്രം കൊടുത്തു. അടുത്തത് ഇനി ഏതാണ്? യെസ്, 4 ആണ് വന്നിട്ടുള്ളത് അല്ലേ? ഏതാണ്? 4 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? 4 എന്ന് വന്നിട്ടുള്ളതിന് നിങ്ങൾ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. വേറെ ഏതെങ്കിലും 4 ഉണ്ടോ മക്കളെ? ഇതെന്താണ്? 4 ആണല്ലോ. അവിടെ മക്കൾ എന്ത് ചെയ്യുക? ഒരു കളർ ചെയ്യുക. ഇതിനിപ്പോൾ നമ്മൾ ബ്ലാക്ക് ആണ് കൊടുത്തതെങ്കിൽ വേറെ 4 ഉണ്ടെങ്കിൽ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ബ്ലാക്ക്. മക്കൾ നല്ല വൃത്തിയായിട്ട് കൊടുക്കണം കേട്ടോ. മിസ് ഇപ്പോൾ ജസ്റ്റ് ഇവിടെ തന്നേ ഉള്ളൂ. മക്കൾ നല്ല ഭംഗിയിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? 4. അവിടെ എന്ത് ചെയ്തു? 4. എന്തുകൊണ്ടാണ് മക്കളെ രണ്ടിനും സെയിം കളർ കൊടുത്തത്? യെസ്, രണ്ടിൻ്റെയും ലെങ്ത്ത് എന്താണ്?
സെയിം ആണ് വരുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് 1 ഉള്ളതിന് നമുക്ക് റെഡ് എന്ന് കളർ കൊടുക്കാം കേട്ടോ. 1ന് നമുക്ക് റെഡ് കളർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ 1ന് നമ്മൾ കളർ കൊടുത്തു, ദെൻ 2നും 6നും കൊടുത്തു അല്ലേ. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കുക മക്കളെ, ഇവിടെ ഏതാണ് 3 എന്നുള്ളതിൽ ലെങ്ത് എത്രയാണ് വരുന്നത്? 3 തന്നെയാണ് വരുന്നത് അല്ലേ. 3 എന്ന് വരുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ മക്കളെ? വേറെ ഏതുമില്ല അല്ലേ. 2ഉം 5ഉം 8ഉം ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് 3ക്ക് മാത്രം എന്ത് ചെയ്യാം? അവിടെ നമ്മൾ കളർ ചെയ്തു കേട്ടോ. അവിടെ മിസ് ബ്ലൂ കളർ കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് 8 വരുന്നുണ്ട് അല്ലേ. 8 വരുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ മക്കളെ? വേറെ ഏതെങ്കിലും ഉണ്ടോ? വേറെ ഏതുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? 8ന് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു കളർ കൊടുക്കാം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? ഗ്രീന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് 8ന് എന്ത് കളർ കൊടുക്കാം? യെസ്, ഗ്രീൻ കളർ. 8ന് ഗ്രീൻ കളർ കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ഗ്രീൻ കളർ കൊടുത്തു. ഇനി വേറെ ഏതെങ്കിലും ഗ്രീൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ മക്കളെ? ആവശ്യമുണ്ടോ? ഇല്ല. കാര്യം എന്താണ്? ഇവിടെ 8 എന്നുള്ള ലെങ്ത്ത് അത് 1ന് മാത്രമേ വരുന്നുള്ളൂ. ഇനി 5ന് ഏതാണ് ലെങ്ത്ത് വരുന്നത്? 2 ആണ് വരുന്നത് അല്ലേ. 2 ആണ് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? യെസ്, അതിന് നമ്മൾ ഒരു കളർ കൊടുക്കണം അല്ലേ. മറ്റൊരു കളർ കൊടുക്കണം. 2 എന്ന് ലെങ്ത്ത് വരുന്ന വേറെ ഏതെങ്കിലും അവിടെ ഉണ്ടോ? വേറെ ഏതുമില്ല. അതുകൊണ്ട് അതിന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ഒരു കളർ കൊടുക്കുക. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു കളറാണ് മിസ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അത് കൊടുത്തു. ഓക്കെ, ദെൻ അടുത്തത് ഏതാണ് വരുന്നത്? 5 ആണ് വരുന്നത് അല്ലേ. 5 ആണ് വരുന്നത്. അപ്പോൾ അത് വേറെ ഏതിനെങ്കിലും ഉണ്ടോ? വേറെ ഏതിനുമില്ല. അതുകൊണ്ട് അതിന് മാത്രം നമ്മൾ എന്ത് ചെയ്തു? യെസ്, യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. അതിന് നമ്മൾ യെല്ലോ കളർ കൊടുത്തു. ഇനി നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ലോങ്ങസ്റ്റ് ഏതാ, ഷോർട്ടസ്റ്റ് ഏതാ, സെയിം ലെങ്ത് ഏതിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാണ് മക്കളെ ലോങ്ങസ്റ്റ്? ഏതാണ് നീളം കൂടിയിട്ടുള്ളത്? ഏതാണ് മക്കളെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ളത്? ഏതിനാണ്? യെസ്, നമ്മൾ പറഞ്ഞു ഈ 4നാണ് അല്ലേ. 4ാമത്തതാണ് എന്ത്? ഏറ്റവും നീളം കൂടിയിട്ടുള്ളത് അല്ലേ. 4ാമത്തതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ളത്. ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണ് മക്കളെ? ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണ്? യെസ്, ഈ 5 ആണ് എന്ത് മക്കളെ? ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളത് അല്ലേ. ഇത് ഏറ്റവും ലോങ്ങസ്റ്റ് ആണ്, ഏറ്റവും നീളം കൂടുതലാണ്. ഏറ്റവും ചെറുത് ഏതാണ്? ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് കേട്ടോ. അപ്പം നീളം കൂടിയത് നമുക്ക് 4ാമത്തതും നീളം കുറഞ്ഞത് ഏതാണ്? 5ാമത്തതാണ്. ഇനി സെയിം ലെങ്ത് ഉള്ളത് ഏതാണ് മക്കളെ? യെസ്, 2ഉം അതുപോലെ തന്നെ 6നും എന്താണ്? സെയിം ലെങ്ത് ആണല്ലോ. സെയിം ലെങ്ത് എത്രയാണുള്ളത്? 4 ആണുള്ളത് അല്ലേ. അപ്പോൾ അത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. ഈസി ആയിട്ടുള്ള പ്രവർത്തനം അല്ലേ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അല്ലേ. ഓക്കെ, ഇതേ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ഈച്ച് പ്ലാൻ ബൈ കളറിങ് ദി ബ്ലോക്സ് എന്നാണ് പറഞ്ഞത്. അതായത് ആ ഒരു ബ്ലോക്ക് കളർ ചെയ്തുകൊണ്ട് ഓരോ പ്ലാന്റിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് അറിയാം അല്ലേ. എന്താണ്? അവിടെ ആ ഒരു പ്ലാന്റിന് നേരെ വരെയുള്ള ഈ ഒരു ബ്ലോക്ക് വരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കളർ ചെയ്തിട്ടുള്ളത്. ഇത് അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ് മക്കളെ? 1 പറയുമ്പോൾ 1 അല്ലേ. ഒന്നാമത്തെ കട്ട് ചെയ്യുമ്പോൾ 1. ഇതെന്താണ്? 2, ഇത് 3, ഇത് 4, ഇത് എത്രയാണ്? 5 അല്ലേ. 5 ബ്ലോക്സ് ആണ് എന്ത് വരുന്നത്? ആ ഒരു പ്ലാന്റിൻ്റെ ഹൈറ്റ് എന്ന് വരുന്നത്. അതുപോലെ എന്ത് ചെയ്യണം? കളർ ചെയ്തുകൊണ്ട് ഓരോ പ്ലാന്റിൻ്റെയും ഹൈറ്റ് എത്രയാണെന്നുള്ളത്, ഉയരം എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. രണ്ടാമത്തെ നോക്കിക്കുക മക്കളെ, ഏത് വരെയാണുള്ളത്? നോക്കിക്കുക, ഇതിന് നേരെയുള്ളത് നമുക്ക് നോക്കാം. ഏത് വരെയാണ് പോകുന്നത്? അതാ ഇവിടെ വരെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നമ്മൾ കളർ ചെയ്യണം അല്ലേ. അപ്പോൾ 1, 2, 3, 4, 5, 6, 7. അവിടെ എത്രയാണ് മക്കളെ ഹൈറ്റ് വരുന്നത്? എത്രയാണ്? 7 ആണ്. ഇനി അടുത്തത് ഈ ഒരു ഫ്ലവറാണ് അല്ലേ. അതിൻ്റെ എണ്ണം നോക്കിക്കുക മക്കളെ. 1, 2, 3, 4, 5 5 ആണ് വരുന്നത്. അവിടെ മക്കൾ എന്ത് ചെയ്യണം? കളർ ചെയ്യണം കേട്ടോ. ലെങ്ത് എത്രയാണ് വരുന്നത്? 5 ആണ് വരുന്നത്. ഇനി അടുത്ത ഫ്ലവർ നോക്കിക്കുക മക്കളെ. ഇതാണ് ലെങ്ത് വരുന്നത് അല്ലേ. എണ്ണി നോക്കിക്കുക. 1, 2, 3, 4, 5, 6 അല്ലേ. 6 ആണ് വരുന്നത് ലെങ്ത്. എത്രയാണ് വരുന്നത് മക്കളെ? 6 ആണ് വരുന്നത്. 6 ബ്ലോക്കുകളാണ് വരുന്നത്. ദെൻ അടുത്ത നോക്കിക്കേ, എത്രയാണ്? 1, 2, 3, 4, 5, 6, 7, 8 ആണ് വരുന്നത് അല്ലേ. എത്രയാണ് വരുന്നത്? അവിടെ 8 ആണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. 8 ബ്ലോക്കാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. അടുത്തത് നോക്കിക്കുക മക്കളെ, വളരെ ചെറുതൊന്നാണ്. അപ്പോൾ 1, 2, 3 എത്രയാണ്? യെസ്, 3 ബ്ലോക്കാണ് അവിടെ വരുന്നത്. 3 എണ്ണമാണ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. വിച്ച് ഈസ് ദി ഷോർട്ടസ്റ്റ് പ്ലാന്റ്? ഏറ്റവും ചെറിയ പ്ലാന്റ് ഏതാണ്? ചെടി ഏതാണ് മക്കളെ? യെസ്, 6ാമത്തതാണ് ഏറ്റവും ചെറുത്. ദെൻ അടുത്തത്
വാട്ട് ഈസ് ദി ഹയസ്റ്റ് അല്ലേ, ഏറ്റവും വാട്ട് ഈസ് ദി ഹൈറ്റ്, അതിൻ്റെ ഹൈറ്റ്, ഹയസ്റ്റ് അല്ല ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് ദി ഹൈറ്റ്, അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് മക്കളെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്? യെസ്, 3 ബ്ലോക്സ് ആണല്ലേ. എത്രയാണ്? 3 ബ്ലോക്സ് ആണല്ലോ. 3 കട്ടകളാണ് എന്ത് നമ്മുടെ ആ ഒരു ചെടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് അവിടെ മറ്റൊരു ചോദ്യം തന്നിട്ടുണ്ട്. ബൈ ഹൗ മെനി ബ്ലോക്സ് ദി ടാളസ്റ്റ് പ്ലാന്റ് ഈസ് ടാളർ ദാൻ ദി ഷോർട്ടസ്റ്റ് വൺ. അതായത് നമുക്കിവിടെ ടാളസ്റ്റ് ഏതാണ് മക്കളെ? ഏറ്റവും ടാളർ ഇവിടെ ഏതാണ്? യെസ്, ഇവിടെ ഈ 8 കിട്ടി. അതായത് ഈ 5ാമത്തെ പ്ലാന്റ് ആണ് എന്ത് ഏറ്റവും ടാളറായിട്ടുള്ളതിൽ ഏറ്റവും നീളം കൂടിയത്. ഇനി ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണ്? ഈ 6 അപ്പം നിങ്ങളടുത്ത് ചോദിച്ചത് ബൈ ഹൗ മെനി ബ്ലോക്സ് ദി ടാളസ്റ്റ് പ്ലാന്റ് ഈസ് ടാളർ ദാൻ ദി ഷോർട്ടസ്റ്റ് വൺ. ഏറ്റവും ചെറുതിനേക്കാൾ എത്ര കൂടുതൽ ബ്ലോക്സ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ആ ഒരു പ്ലാന്റിനുള്ളത്, ഏറ്റവും ടാളായിട്ടുള്ള ആ ഒരു പ്ലാന്റിനുള്ളത്. എത്രയാണ് മക്കളെ? ഇവിടെ നമുക്ക് 3 ആണുള്ളത് അല്ലേ, ഇവിടെ 3 ആണുള്ളത്. ഇതിനേക്കാൾ എത്ര കൂടുതലാണുള്ളത്? നോക്കിക്കേ, എത്രയാണ്? 1 2 3 4 5 ഇല്ലേ, 5 എന്താണ് കൂടുതലാണുള്ളത്. അപ്പോൾ എത്രയാണ് കൂടുതലുള്ളത്? 5 ബ്ലോക്സ് കൂടുതലാണുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രവർത്തനമാണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. വിച്ച് ഈസ് മോർ, അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. പുട്ട് എ ടിക്ക് മാർക്ക്. ഏറ്റവും കൂടുതലുള്ളത് ഏതിലാണ് മക്കളെ? ഏറ്റവും കൂടുതൽ ഫസ്റ്റ് 1 ആണോ, 2ാമത്തതാണോ, 3ാമത്താണോ, 4ാമത്താണോ, 5ാമത്തതാണോ? യെസ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. 4th 1 ആണ് എന്ത് ഏറ്റവും കൂടുതലുള്ളത്. ദെൻ ലോങ്ങസ്റ്റ് ലൈൻ, വിച്ച് ഈസ് ദി ലോങ്ങസ്റ്റ് ലൈൻ? പുട്ട് എ ടിക്ക് മാർക്ക് ഫോർ ദി ലോങ്ങസ്റ്റ് ആൻഡ് ഇൻറ്റു ഫോർ ദി ഷോർട്ടസ്റ്റ്. താഴെ നമുക്ക് കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ടല്ലോ മക്കളെ, നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയില്ലേ? അതിൽ മക്കൾ ചെയ്യേണ്ടത് വിച്ച് ഈസ് ദി ലോങ്ങസ്റ്റ് ലൈൻ, പുട്ട് എ ടിക്ക് മാർക്ക് ഫോർ ദി ലോങ്ങസ്റ്റ് ലൈനിന് ടിക്ക് മാർക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേതാണ് മക്കളെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ലൈന്? കണ്ടെത്തിയിട്ട് പറഞ്ഞേ. നോക്കിക്കേ മക്കളെ, ഏറ്റവും ലോങ്ങസ്റ്റ് ഏതാണ്? ഇതാണ് വരിക അല്ലേ. അതുപോലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആണ്, നീളം കുറഞ്ഞിട്ടുള്ളതാണ് നമ്മളത് ചോദിച്ചത് അല്ലേ. ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണ്? ഇതാണ് വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? വളരെ സിമ്പിളാണ് കേട്ടോ ഇതൊക്കെ. ദെൻ അതിനേക്കാൾ സിമ്പിളായിട്ടുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വെയ്റ്റ് ഓഫ് 1. അതായത് ഒന്നിൻ്റെ ഭാരം എത്രയാ എന്നുള്ളത് കാണാനായിട്ട് കേട്ടോ. ഇഫ് 1 ഫ്രം ഈച്ച് പാൻ ഈസ് ടേക്കൺ വിച്ച് ഈസ് ഹെവിയർ മേക്ക് ഇറ്റ് വിത്ത് എ ടിക്ക്, വിച്ച് ഈസ് ദി ലൈറ്റർ മാർക്ക് ഇറ്റ് വിത്ത് ഇൻറ്റു. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? അവിടെ നിങ്ങൾക്ക് ത്രാസിൽ ഒരു ഭാഗത്ത് വലിയൊരു മത്തനും ഒരു ഭാഗത്ത് കുറേ ആപ്പിളും വെച്ചത് കാണാം അല്ലേ. ഇനി ഇതിൽ നിന്ന് 2ൽ നിന്ന് ഓരോന്ന് എടുക്കുകയാണെങ്കിൽ ഏതിനാണ് വെയിറ്റ് കൂടുതൽ? ഏതിനാണ് വെയിറ്റ് കൂടുതൽ? അതായത് ഏതാണ് ഹെവിയർ എന്ന് വെച്ചാൽ അതിന് ടിക്ക് ഇടാനും, ഏതാണ് ലൈറ്ററിൽ അതായത് ഭാരം കുറഞ്ഞതെന്ന് വെച്ചാൽ അതിന് ഇൻറ്റു ഇടാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, ഇതിൽ നമുക്ക് ഏതാണ് വെയിറ്റ് കൂടുതൽ വരിക? മത്തനാണ് ഏറ്റവും വെയിറ്റ് കൂടുതൽ വരിക. വെയിറ്റ് കുറവ് വരിക ആപ്പിളിനാണ്. ദെൻ നമുക്കൊരു ബനാന അതുപോലെ തന്നെ ഒരു മാംഗോ അല്ലേ, ഇത് രണ്ടും എടുക്കുന്ന സമയത്ത് ഏതിനാണ് മക്കളെ വെയിറ്റ് കൂടുതൽ വരുന്നത്? ഏതിനാണ്? യെസ്, മാംഗോയ്ക്കാണ് വരുന്നത്. ബനാന അതിനേക്കാൾ കുറച്ചുകൂടി കുറവാണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ മക്കളെ, അവിടെ നമുക്കൊരു വഴുതനയുണ്ട്, അതുപോലെ തന്നെ നാരങ്ങയാണുള്ളത് അല്ലേ, ചെറുലെമണാണുള്ളത്. അതിലേതിനാ മക്കളെ ഓരോന്നെടുക്കുമ്പോൾ വെയിറ്റ് കൂടുതൽ വരിക? യെസ്, വഴുതനയ്ക്കാണ്. മറ്റേതിനെന്താണ്? വെയിറ്റ് കുറവായിരിക്കും. ദെൻ നോക്കിക്കുക മക്കളെ, ഒരു ക്യാപ്സിക്കം ഉണ്ട്, അതുപോലെ തന്നെ ഒരു കക്കിരിക്കയാണുള്ളത് അല്ലേ. അതിലേതാണ് മക്കളെ വെയിറ്റ് കൂടുതൽ വരിക? കക്കിരിക്കാണ്. മറ്റേതിന് വെയിറ്റ് കുറച്ച് കുറവാണ് അല്ലേ. അപ്പോൾ ഇതുപോലെയാണ് ഹെവിയറിന് ടിക്ക് മാർക്കും ലൈറ്ററിന് ഇൻറ്റു മാർക്കും ചെയ്യാനായിട്ട്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ദെൻ നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം അല്ലേ. വിച്ച് വെസൽ ക്യാൻ ഹോൾഡ് മോർ വാട്ടർ എന്നതാണ് കേട്ടോ. വിച്ച് വെസൽ ക്യാൻ ഹോൾഡ് മോർ വാട്ടർ. അതായത് താഴെ നമുക്ക് കുറച്ച് പാത്രങ്ങളുടെ ചിത്രം തന്നിട്ടില്ലേ മക്കളെ, അതിൽ ഏതിനാണ് കൂടുതൽ വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട്, ശേഖരിച്ച് വെക്കാനായിട്ട് കഴിയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതിനാണ് മക്കളെ? കപ്പുണ്ട്, നമുക്ക് ഗ്ലാസ് ഉണ്ട്, ബോട്ടിലുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത് അല്ലേ. അതിലേതാണ്? ഓഫ് കോഴ്സ് നമ്മുടെ ബക്കറ്റിനാണ് എന്ത് കൂടുതൽ വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് കഴിയുക അല്ലേ. ദെൻ നോക്കിക്കേ, വിച്ച് വൺ ഈസ് ഹെവിയർ? കളർ ഇറ്റ് എന്നാണ് പറഞ്ഞത്. താഴെ തന്നിട്ടുള്ള കുറച്ച് പിക്ചറിൽ ഹെവിയർ ആയിട്ടുള്ള, അതായത് ഭാരം കൂടുതലുള്ളതിന് കളർ ചെയ്യാനാണ്. അപ്പോൾ നോക്കിക്കേ മക്കളെ, ഭാരം കൂടുതൽ ഏതൊക്കെയാണ്? യെസ്, നമ്മുടെ എലിഫൻറ്റിന് എന്താണ് മക്കളെ? ഭാരം കൂടുതലാണ്. എലിഫൻറ്റ് അതുപോലെ തന്നെ റാറ്റ്, ഇവ രണ്ടും വരുന്ന സമയത്ത് ഏതിനാണ് ഭാരം കൂടുതൽ വരുന്നത്? യെസ്, നമ്മുടെ എലിഫൻറ്റിനാണല്ലോ. അപ്പോൾ മക്കൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ കളർ ചെയ്യണം. എലിഫൻറ്റിനെ മക്കൾ എന്ത് ചെയ്യണം? കളർ ചെയ്യണം കേട്ടോ. അപ്പോൾ മക്കൾ നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്യുക? കളർ ചെയ്യാനായിട്ട് നോക്കുക. മിസ് ജസ്റ്റ് ഇപ്പോൾ അവിടെ കളർ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ജസ്റ്റ്
ജസ്റ്റ് അവിടെ ഒന്ന് കൊടുക്കുന്നതേ ഉള്ളൂ. എലിഫൻറ്റിൻ്റെ കളർ എന്താ എന്നുള്ളത് മക്കൾ മനസ്സിലാക്കി വെക്കണം. അതിനനുസരിച്ച് എന്ത് ചെയ്യുക മക്കൾ കളർ ചെയ്യുക. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ, ഇതേ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഹെവിയറിനെ നമ്മൾ എന്ത് ചെയ്തു, കളർ ചെയ്തു. ദെൻ നമുക്ക് ബാറ്റും അതുപോലെ തന്നെ കൈറ്റും ആണ് തന്നിട്ടുള്ളത് അല്ലേ. അതിലേതാണ് മക്കളെ ഹെവിയർ വരിക? ബാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കൈറ്റ് ഉണ്ട്. ഏതാണ് വരിക മക്കളെ? ഹെവിയർ ഏതാണ് വരിക? യെസ്, നമ്മുടെ ബാറ്റിനാണ് എന്ത് ഹെവിയർ അല്ലേ. വെയിറ്റ് കൂടുതൽ ഏതിനാണ്? ബാറ്റിനാണ്. അപ്പോൾ അത് മക്കൾ അവിടെ എഴുതുക. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് 2 ഫ്രൂട്ട്സ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. ഇതിലേതാണ് മക്കളെ? നമുക്കറിയാം ജാക്ക് ഫ്രൂട്ടിനാണ് എന്താ വെയിറ്റ് കൂടുതലുള്ളത് അല്ലേ. നല്ല വെയിറ്റ് നമ്മുടെ ഒരു പാഠഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? ആ ജാക്ക് ഫ്രൂട്ടിന് മക്കൾ കളർ ചെയ്യണം. ജാക്ക് ഫ്രൂട്ടിന് മക്കൾ കളർ ചെയ്യുക കേട്ടോ. ഇതിനാണ് എന്താ വെയിറ്റ് കൂടുതലുള്ളത്. ഓക്കെ, ഓക്കെ മക്കളെ, അടുത്തത് നമുക്കൊരു ചെയറും അതുപോലെ തന്നെ ഒരു പേനയാണ് തന്നിട്ടുള്ളത് അല്ലേ. അതിന് ഏതിനാണ് വെയിറ്റ് കൂടുതലുള്ളത്? യെസ്, നമുക്കറിയാം നമ്മുടെ ചെയറിനായിരിക്കും വെയിറ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? അതിന് വേണം നിറം നൽകാനായിട്ട്. ഹെവിയറിനല്ലേ നമ്മുടെ അടുത്ത് നിറം നൽകാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് മക്കൾ എന്ത് ചെയ്യുക? കളർ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ലെറ്റ്സ് മെഷർ അഥവാ അളന്ന് നോക്കാം എന്നുള്ള പാഠത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ മക്കൾ ഇതെല്ലാം നോക്കുക. ജസ്റ്റ് മക്കൾ വായിച്ചിട്ടാൽ മാത്രം മതി. വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു പാഠഭാഗമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.